ഹലോ ഡിയേഴ്സ്, ഇന്നൊരു ഈസി പാലപ്പം റെസിപ്പിയാണ്. അരി കുതിർക്കുകയോ കപ്പി കാച്ചുകയോ ഒന്നും ചെയ്യേണ്ട. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് നല്ല അടിപൊളി പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യം നമുക്കൊരു 1/4 കപ്പ് ചോറ് വേണം, 1 കപ്പ് പച്ചരി, 2 സ്പൂൺ പഞ്ചസാര, 1/2 കപ്പ് തേങ്ങ ചിരകിയത്. ഇത്രയും യൂസ് ചെയ്തിട്ട് നമുക്കൊരു 10-12 അപ്പം വരെ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഇതിൻ്റെ ഡബിൾ ആക്കി കഴിഞ്ഞാൽ ഇരട്ടിയായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു ചെറിയ ബോട്ടിൽ ഈസ്റ്റ്. ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഞാനിവിടെ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഇതൊരു 250 ഗ്രാമോളം അരിപ്പൊടി ഇതിലുണ്ടാവും. പിന്നെ നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് നമ്മൾ ആ ഒരു കപ്പിൻ്റെ തന്നെ ഏകദേശം ഒരു 1/2 കപ്പോളം ചോറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തേങ്ങയും നമ്മൾ ചോറെടുക്കുന്ന ആ ഒരു സെയിം ക്വാണ്ടിറ്റിയിലാണ് ഞാനിവിടെ തേങ്ങ എടുത്തിരിക്കുന്നത്. തേങ്ങ നമുക്ക് കൂടുതലും യൂസ് ചെയ്യാം, തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും കിട്ടുന്നത്. പിന്നെ പഞ്ചസാര, ഞാനിവിടെ കുറച്ച് ഏറെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇവിടെ അപ്പത്തിന് കുറച്ച് മധുരമുള്ളത് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഈസ്റ്റ് ചേർക്കുന്നത് ഞാനിവിടെ ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. ആ സ്പൂണിൽ നമ്മൾ 1 സ്പൂൺ അളവിലാണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഈസ്റ്റിൻ്റെ ക്വാളിറ്റി പോലെ കണക്കാക്കി ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുമ്പോൾ നമ്മൾ വേണമെങ്കിൽ നമ്മൾ ആ കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ബാറ്റർ നമുക്ക് ഇതുപോലെ നല്ല ലൂസായിട്ട് വരണം. കോരി ഒഴിക്കുമ്പോൾ നമുക്ക് സാധാരണ മാവുകൾക്ക് വരുന്നത് പോലെ കേക്ക് ബാറ്റർ പോലെയല്ല, ഇതുപോലെ നമുക്ക് നല്ല ലൂസായിട്ട് വരണം. എന്നാൽ ഒരുപാടങ്ങ് അയഞ്ഞു പോകാനും പാടില്ല. ഞാനൊരു പാത്രത്തിലേക്ക് ഇത് പകർന്ന് വെക്കുകയാണ്. ഞാൻ പാത്രം ഒന്ന് മാറ്റി, എനിക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി മാവ് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. സോ ഒരു 8 മണിക്കൂറിന് ശേഷമുള്ളൊരു റിസൾട്ടാണിത്. നല്ലതുപോലെ പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാലപ്പം ചുട്ടെടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പമായിരിക്കും. നിങ്ങൾക്ക് ആവശ്യാനുസരണം അരികൊക്കെ മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ റെസിപ്പികൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.